പരിശുദ്ധനും നീതിമാനുമായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വിശുദ്ധനും സത്യവാനുമായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും ഈ സമയം ആദരവോടെ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രത്യേക സമയത്തും തിരുവചന പഠനത്തിനായി കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുന്നു. പിന്നെയും ദൈവം എല്ലാവരെയും അതാത് സ്ഥലങ്ങളിൽ കാത്ത് സൂക്ഷിക്കട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏകാഗ്രതയോടെ ദൈവവചനത്തിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നും 14-ാം അധ്യായത്തിൽ നിന്നും 1,44,000 മുദ്രിത ഗണത്തെക്കുറിച്ചുള്ള പഠനമാണ് നാം നടത്തിക്കൊണ്ടിരുന്നത്. അവരെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ നമുക്കും വെല്ലുവിളി ഉയർത്തുന്നതായി നാം കഴിഞ്ഞ ദിവസം കണ്ടു. നിഷ്കളങ്കരായി, ഭോഷ്കില്ലാത്തവരായി, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലമായി അവർ വേർതിരിക്കപ്പെടുന്നതാണ് നാം കണ്ടത്. അവർ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ആത്മീയ അർത്ഥത്തിലും അക്ഷരീയ അർത്ഥത്തിലും നാം അതിനെ കണ്ടു. ദൈവത്തോടുള്ള ഭക്തി, ഹോൾ ഹാർട്ടഡ് അൺഡിവൈഡഡ് ഡിവോഷൻ ടു ദ ലോർഡ്, അവിഭജിതമായ ഏകാഗ്രമായ ഭക്തി ജീവിതത്തെ വളരെ വിശുദ്ധമായിട്ടാണ് തിരുവെഴുത്ത് കാണുന്നത്. വിഗ്രഹാരാധനയെ സ്പിരിച്വൽ ഹാർലറ്ററിയായി, ആത്മീയ വേശ്യാവൃത്തിയായിട്ടാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. ദൈവത്തോട് മാത്രം, സത്യദൈവത്തോട് മാത്രമുള്ള നമ്മുടെ കൂറിനെ, നമ്മുടെ സമർപ്പണത്തെ, ഭക്തിയെ, അത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിശുദ്ധമായ ബന്ധത്തെ പോലെയാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. ഒരു പതിവ്രതസ്ഥയായ പത്നിയുടെ വിശുദ്ധിയോട് സമമായി നമുക്ക് മനസ്സിലാക്കുവാൻ വേദപുസ്തകം പറഞ്ഞു തന്നിരിക്കുന്നു. തൻ്റെ സ്വന്തം ഭർത്താവിനോട് മാത്രം ഒരു സ്ത്രീക്ക് തോന്നുന്ന ഭക്തി, ആ സ്ത്രീക്കുള്ള സ്നേഹം, സ്വന്തം ഭർത്താവിനോട് മാത്രം ആ സ്ത്രീക്കുള്ള വിധേയത്വം, ഇതും യഹോവയായ ദൈവത്തോട് മാത്രമുള്ള ഭക്തിയുമായി വളരെയധികം ബന്ധപ്പെടുത്തിയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആത്മീയാർത്ഥമെന്നും അല്ല, ഒരുപക്ഷെ അക്ഷരീകമായി തന്നെ അവർ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അവസാനം അടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ കുടുംബത്തെ പോലും നോക്കുവാൻ അവര് ഒരുങ്ങാതെ കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് കന്യകാത്വ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാകാം എന്നും നാം അക്ഷരീയമായി അത് കാണുകയുണ്ടായി. കൂടാതെ ചില വേദപഠിതാക്കൾ പറയുന്നത് ശാസ്ത്രിമാർ, സ്ക്രൈബ്സ്, തിരുവെഴുത്തുകൾ പകർത്തി എഴുതുക പതിവായിരുന്നു. ഇന്നത്തെ പോലെ സിറോക്സ് മെഷീൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. വലിയ ലെതർ സ്ക്രോൾസിലായിരുന്നല്ലോ, തുകൽ ചുരുളുകളിലായിരുന്നുവല്ലോ അന്ന് അപ്പോസ്തലന്മാരും പഴയ നിയമ പ്രവാചകന്മാരും ഒക്കെ എഴുതാറുണ്ടായിരുന്നത്. അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രിമാർ, സ്ക്രൈബ്സ് ഇത് പകർത്തി എഴുതുകയായിരുന്നു പതിവ്. അവയെയാണ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ചില ഇംഗ്ലീഷ് ബൈബിളുകളിലൊക്കെ MSS എന്ന് കാണുന്നെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഷോർട്ട് ഫോം ആണ് MSS, കയ്യെഴുത്ത് പ്രതികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ ഒരു കോപ്പി എഴുതിയിട്ടുള്ളൂ.
അതാണ് ഒറിജിനൽ തിരുവെഴുത്ത്. അതിൻ്റെ കയ്യെഴുത്തു പ്രതികളാണ് ഇന്നുള്ളതൊക്കെ. അതിൻ്റെ തർജ്ജമകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ കയ്യെഴുത്തു പ്രതികൾ ഉണ്ടാക്കുമ്പോൾ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാർ അവരെഴുതുന്ന തിരുവെഴുത്തിലെ ചില ഭാഗങ്ങൾക്ക് അവരുടേതായ വിശദീകരണം മാർജിനിൽ കൊടുക്കുക പതിവായിരുന്നു. മാർജിനിൽ നമ്മുടെ ബൈബിളുകളിലും ചിലതുണ്ടല്ലോ ബ്രാക്കറ്റിലൊക്കെ ഇട്ടിരിക്കുന്നത്. അത് തർജ്ജമ ചെയ്തവരോ പ്രിന്റ് ചെയ്തവരോ ഒക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ചിലത് ഫുട് നോട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതാണെങ്കിൽ 2 കോളങ്ങൾക്കിടയിലെ ആ ഒരു സ്ഥലത്ത് കൊച്ചക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. ചിലത് ഒരു സ്റ്റാർ മാർക്കോ ഒരു ഹാഷ് മാർക്കോ എന്തെങ്കിലും കൊടുത്തിട്ട് വിശദീകരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തിരുവെഴുത്തിന്റെ ഭാഗമല്ല, ദൈവശ്വാസികമായ തിരുവെഴുത്തിന്റെ ഭാഗമല്ലത്. അത് എഡിറ്റേഴ്സ്, റൈറ്റേഴ്സ്, പബ്ലിഷേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ് ഇവരാരെങ്കിലും വായനക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിട്ടുള്ള വിശദീകരണമാണ്. അങ്ങനെ ഈ കയ്യെഴുത്ത് പ്രതികൾ എഴുതുമായിരുന്ന വേദശാസ്ത്രികൾ ചിലപ്പോൾ മാർജിനിൽ ചില വിശദീകരണങ്ങൾ കൊടുക്കുക പതിവായിരുന്നു. ചിലപ്പോൾ കന്യകമാരെന്നും സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവരെന്നും കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ക്രൈബൽ നോട്ട് ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ പിന്നീട് ഉണ്ടായിരുന്നവർ, പിന്നീട് എഴുതിയവർ ആ സ്ക്രൈബൽ നോട്ട്, ആ ശാസ്ത്രിയുടെ പരാമർശവും കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് എഴുതി. അങ്ങനെ ചില ഭാഗങ്ങളും ഉണ്ട് തിരുവെഴുത്തിൽ. ഒരുപക്ഷെ ഇത് അങ്ങനെ ആകാം, അതുകൊണ്ടായിരിക്കാം നമുക്ക് മനസ്സിലാക്കുവാൻ അത് പ്രയാസമുള്ളത് എന്ന ഒരു അഭിപ്രായത്തെയും കൂടെ നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം. ഏതായാലും ഈ 144,000 പേർ ദൈവത്തിനായി വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവർ നാം ഇന്നലെ കണ്ടു. ഭോഷ്കില്ലാത്തവരായിരുന്നു. സത്യസന്ധത ദൈവരാജ്യപ്രവേശനത്തിന് അനിവാര്യമായ യോഗ്യതയാണ്. ആവർത്തിക്കുന്നു, ട്രൂത്ത്ഫുൾനെസ് ഇൻ ലൈഫ്, ഇൻ വേർഡ്സ്, ഇൻ ബിഹേവിയർ, ഇൻ റിലേഷൻഷിപ്സ്, ബന്ധത്തിലും വാക്കുകളിലും ഇടപാടുകളിലുമെല്ലാം സത്യസന്ധത ദൈവരാജ്യപ്രവേശനത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. ഒരുത്തൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, ചർച്ചിൽ പോകുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നു. സത്യസന്ധതയില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകുമോ? ഇല്ല, പോകത്തില്ല, പോകില്ല. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സുവിശേഷ വേളയെക്കുറിച്ചും ഒത്തിരി വ്യാജം പറഞ്ഞ് കാശ് പിരിക്കുന്ന ഉപദേശി ശ്രേഷ്ഠന്മാരുണ്ട്. വളരെ ദുഃഖത്തോടെ പറയുന്നു. ഒരു സ്ഥലപ്പേര് ഞാനങ്ങ് പറയുക. ചെങ്ങന്നൂരിൽ താമസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയരുടെ തലസ്ഥാന നഗരിയായ കുമ്പനാട്ട് താമസിച്ചുകൊണ്ട്, പെന്തക്കോസ്തിന്റെ ക്യാപിറ്റൽ ആണല്ലോ കുമ്പനാട്ട് താമസിച്ചുകൊണ്ട്, അങ്ങ് ഒറീസയിലും ബീഹാറിലും ജാർഖണ്ഡിലുമൊക്കെ തീവ്രമായ സുവിശേഷ പ്രവർത്തനം നടത്തുന്നെന്നും പറഞ്ഞ് കേരളത്തിലെ മുന്തിയ സഭകളിലും ഗൾഫ്, അമേരിക്ക, അയർലൻഡ്, കാനഡ, UK, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും നടന്ന് പിരിവ് നടത്തുന്ന പുള്ളികളുണ്ട്. പാവം ദൈവമക്കൾ സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ് കൊടുക്കുന്നു. ഞാൻ ഈ അമേരിക്കയിൽ ഒരു ദൈവദാസനെ കണ്ടുമുട്ടി. പലരിൽ ഒരാളായിട്ട് ഞാൻ പറയുകയാണ്.
അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ സെക്കൻഡ് ഹാൻഡ് വസ്ത്രങ്ങളാണ്, പുതിയതല്ല. ഞാനും എൻ്റെ കുടുംബവും പുതിയ വസ്ത്രങ്ങൾ വാങ്ങാറില്ല. പഴയ വസ്ത്രങ്ങളാണ് ഞങ്ങൾ കുടുംബമായി, ഞാനും ഭാര്യയും മക്കളും വാങ്ങി ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ലാഭിക്കുന്ന പൈസ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നൽകുന്നു. എന്നോടുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയത്. പരസ്യപ്പെടുത്തുന്നയാളല്ല, ക്യാമറയ്ക്ക് മുൻപിൽ വരുന്നയാളല്ല. മറ്റൊരാളിനെ ഞാൻ കണ്ടു. ഭാര്യയും ഭർത്താവും ഒക്കെ ജോലി ചെയ്യുന്നു, സഭാ ശുശ്രൂഷ ചെയ്യുന്നു. ആര് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് കൊടുത്താലും വളരെ പരിമിതമായ രീതിയിൽ ജീവിച്ച് അത്യാവശ്യത്തിന് വേണ്ട കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യത്തിന് വേണ്ട ആഹാരം മാത്രം കഴിച്ചിട്ട് ബാക്കി പണം മുഴുവനും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ചെലവഴിക്കുന്നു. ഇങ്ങനെ ചിലരുണ്ട് സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നവർ, അത് പോകട്ടെ. ഇങ്ങനെ ഞെരുങ്ങി, തങ്ങളെ തന്നെ ഞെരുക്കി കൊച്ചു കൊച്ചു അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ച് 10, 15, 20 വർഷം പഴക്കമുള്ള വണ്ടി, തുരുമ്പ് പിടിച്ച വണ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് പൈസ ലാഭിച്ച് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക് ത്യാഗോജ്വലമായി കർത്താവിന് വേണ്ടി ചിലവിടുന്ന ദൈവമക്കൾ. എന്നാൽ അവരുടെ കീശ മുഴുവനും കാലിയാക്കുന്ന കാപട്യം നിറഞ്ഞ സുവിശേഷ വേലക്കാർ. എല്ലാവരുമല്ല, ഞാൻ ഉപദേശിയ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇങ്ങനെയുള്ളവർക്ക് സ്വർഗരാജ്യപ്രവേശനം സാധ്യമാണെന്നോ? അല്ല, ഒരിക്കലും ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് എൻ്റെ പോക്കറ്റിലേക്ക് അടിച്ചു മാറ്റാൻ എനിക്ക് വാചാലത കാണും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കി എൻ്റെ അക്കൗണ്ട് നിറയ്ക്കാൻ എനിക്ക് വശ്യത കാണും. എനിക്ക് ലാവിഷായി, ലക്ഷറിയായി, അടിച്ച് പൊളിച്ച് ജീവിക്കാം. 1000 ആണ്ട് വാഴ്ച വരെയും ജീവിക്കാനുള്ളത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിടാം. പക്ഷേ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. ദൈവമക്കളെ, നാം അവഗണിക്കുന്ന, വളരെ നിസ്സാരമെന്ന് തോന്നുന്നതും എന്നാൽ ഏറെ ഗൗരവമേറിയതുമായ കാര്യമാണ് സത്യസന്ധത എന്നുള്ളത്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവസഭ അവഗണിക്കുന്നതും പക്ഷേ ഏറെ ഗൗരവമേറിയതുമായ, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ട്രൂത്ത്ഫുൾനെസ്, ഫിഡിലിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. ബന്ധങ്ങളിൽ വിശ്വസ്തത വേണം. സ്തോത്രം. ഭാര്യാഭർത്തൃബന്ധത്തിലെ വിശ്വസ്തതയ്ക്ക് പറയുന്ന പേരാണ് ചാസ്റ്റിറ്റി. ബാക്കി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ വിശ്വസ്തത വേണം. നമ്മുടെ വാക്കുകളിൽ വിശ്വസ്തത വേണം. സ്തോത്രം. കുഞ്ഞാടിനോടുകൂടെ യാത്ര ചെയ്യുന്ന ഈ 144,000 പേരുടെ വിശേഷതയായി പറഞ്ഞിരിക്കുകയാണ്, അവരുടെ വായിൽ ഭോഷ്ക് ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ചും അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? First Peter 2:21-22 പ്ലീസ്. 1 പത്രോസ് 2:21 മുതൽ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വായിച്ചോ?
അറിയില്ലേ? For to this you have been called, Yeah. because Christ also suffered for you, leaving you an example so that you might follow in his steps. He committed no sin, neither was deceit found in his mouth. Jesus set an example for us to follow his footsteps. What an example Jesus left. He did no sin. There was no deceit in his mouth. ക്രിസ്തുവും നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടതിന് ഒരു നല്ല മാതൃക വെച്ചു പോയിരിക്കുന്നു. എന്താണ് കർത്താവ് നമുക്ക് വെച്ചു പോയ മാതൃക? അവൻ പാപം ചെയ്തിട്ടില്ല. അത് അടുത്തതാണ് നമുക്കിവിടെ വേണ്ടത്. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക തന്നെ പിൻപറ്റിയ ഒരു വിഭാഗമാണ് ഈ 144,000 പേരെന്ന് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. സ്തോത്രം. 101 സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, Psalms 101 verse 7. വഞ്ചന ചെയ്യുന്നവൻ എന്റെ വീട്ടിൽ വസിക്കുകയില്ല, ഭോഷ്ക് പറയുന്നവൻ എന്റെ മുൻപിൽ ഉറച്ചു നിൽക്കുകയുമില്ല. സ്തോത്രം. വഞ്ചനക്കാരനോടും ഭോഷ്ക് പറയുന്നവനോടും നാം അകലം പാലിക്കുക, അകലം പാലിക്കുക. സ്തോത്രം. പതിനഞ്ചാം സങ്കീർത്തനത്തിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം. Psalms 15 1-ാം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വത്തിൽ ആര് വസിക്കും? ഉത്തരം 2-ാം വാക്യം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള വായിച്ചു, അതും കൂടെ വായിച്ചു. നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. കണ്ടോ? സ്തോത്രം. യഹോവേ, പരിശുദ്ധനായ അങ്ങയുടെ പർവ്വതത്തിൽ ആർ വസിക്കും? നിന്റെ കൂടാരത്തിൽ, അങ്ങയുടെ പർവ്വതത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവമേ, അങ്ങയോട് കൂടെ നിത്യത ചിലവഴിക്കുവാൻ ആർക്ക് കഴിയും? യോഗ്യത 2-ാം വാക്യം മുതലേ ഇങ്ങോട്ട് പറഞ്ഞു വരിക. അതിലൊന്നാണ് 2-ാം വാക്യത്തിൽ നാം കണ്ടത്, നിഷ്കളങ്കനായി നടന്ന്. അതാണ് നാം 144,000 പേരെ കുറിച്ച് വെളിപ്പാട് 14-ന്റെ 5-ാം വാക്യത്തിൽ കാണുന്നത്. അവർ എങ്ങനെയുള്ളവരായിരുന്നു? There was no guile in their mouth. Praise God. അതുപോലെ തന്നെ അവര് ദൈവത്തിനും കുഞ്ഞാടിനും നിഷ്കളങ്കന്മാരായിരുന്നു. 2-ാമത്തെ സംഗതിയാണ് നാം 15-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ 2-ാമത്തെ ഭാഗം, ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവൻ, നാവുകൊണ്ട് കുരള പറയാത്തവൻ. Slanderers cannot enter into the kingdom of God. കുരളക്കാർക്ക്, ഏഷണി പറയുന്നവർക്ക് ദൈവരാജ്യ പ്രവേശനമില്ല. സത്യം സംസാരിക്കാത്തവർക്ക് ദൈവരാജ്യ പ്രവേശനം സാധ്യമല്ല. കാരണം നമ്മുടെ ദൈവം സത്യമാണ്. He is the truth and he is the true one. നമ്മുടെ ദൈവം സത്യവുമാണ്, സത്യവാനുമാണ്.
both. Christ is the truth and also the true one. സത്യവുമാണ് സത്യവാനുമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ 2-3 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ കണ്ടതാണല്ലോ. വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ളവൻ. നമ്മൾ അവിടെ ആ കാര്യങ്ങൾ കണ്ടിരുന്നു. സ്തോത്രം. അപ്പോൾ സത്യവും സത്യവാനുമായ ദൈവത്തോടുകൂടെ നിത്യത ചെലവഴിക്കണമെങ്കിൽ സത്യമുള്ളവർക്കേ പറ്റൂ. സത്യസന്ധന്മാർക്കേ സാധിക്കൂ. കപടതയുടെ മുഖം മൂടിയുമായി നടക്കുന്നവർക്ക് ഇവിടെ മനുഷ്യരെ കബളിപ്പിച്ച് സ്ഥാനമാനങ്ങളോ സാമ്പത്തിക ലാഭങ്ങളോ ഉണ്ടാക്കാം. പേരും പ്രശസ്തിയും സമ്പാദിക്കാം. അങ്ങേയറ്റം പോയാൽ മരിക്കുന്ന സമയത്ത്, ശവമടക്ക് സമയത്ത് ഒരു വലിയ പുരുഷാരത്തെ ആകർഷിക്കാം. അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സത്യസന്ധതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുക. നമ്മളെ ഭോഷന്മാരെന്നും മറ്റുള്ളവർ മുദ്ര കുത്തിയേക്കാം. അത്രയൊക്കെ സത്യസന്ധത കാണിക്കാൻ പോയാൽ സാരമില്ല. അപ്പോൾ ഈ 144,000 പേരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ യോഗ്യതകളാണ് നാം അവിടെ കണ്ടത്. സ്തോത്രം. നിഷ്കളങ്കതയും സത്യസന്ധതയും, നിഷ്കളങ്കതയും സത്യസന്ധതയും. നമുക്കത് നഷ്ടപ്പെടാതിരിക്കട്ടെ. സ്തോത്രം. അതാണ് നാം അവരെക്കുറിച്ച് ആ ഭാഗങ്ങളിൽ കണ്ടത്. ഇത്രയും കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യം? പക്ഷേ ഈ 144,000 പേര് ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു കർഷക ഭാഷയാണെന്നത്. പ്രത്യേകിച്ച് യഹൂദന് ആ പ്രയോഗം വളരെ മനസ്സിലാകും. ഒരു കൃഷിയിലെ ഏറ്റവും ആദ്യം എടുക്കുന്ന ഫലവും ഒരു കൃഷിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലവുമാണ് ആദ്യ ഫലം എന്ന് പറയുന്നത്. അതിൻ്റെ 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. അതായത് ഒരു വലിയ കൊയ്ത്തിന്റെ ആരംഭം, തലക്കനികളാണ് അവരെന്ന് മനസ്സിലാക്കാം. ഒരു വലിയ കൊയ്ത്തിന്റെ ആദ്യം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നവരാണ് അവരെന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ അവർക്ക് ശേഷം അവരെ പോലെ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്ന, നിത്യതയിലേക്ക് എത്തുന്ന ഇവരെക്കാൾ സംഖ്യയിൽ വളരെ 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 അധികമുള്ള ഒരു കൊയ്ത്തുണ്ടെന്നർത്ഥം. മനസ്സിലായോ? ഇവർക്ക് ശേഷം ഇവരെ പോലെ ദൈവത്തിനായി നിത്യതയിലേക്ക് നേടപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്നർത്ഥം. അതാരാണെന്ന് നമുക്ക് 7-ാം അധ്യായം 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണാൻ പറ്റും. യഹൂദന്മാർക്ക് പുറത്തുനിന്ന്
സംഖ്യയിൽ എണ്ണിക്കൂടാത്ത പെരുപ്പമുള്ളവരായി ഒരു വലിയ സമൂഹം മഹാകഷ്ടത്തിലൂടെ കടന്ന് തങ്ങളുടെ അങ്കിയെ അലക്കി വെളുപ്പിച്ച് വിശുദ്ധരായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ അർത്ഥത്തിൽ ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും ആ പ്രത്യേക കാലഘട്ടത്തിൽ ആദ്യഫലങ്ങളായി വേർതിരിക്കപ്പെടുന്നവരാണ്. ഓക്കെ, ഫസ്റ്റ് ഫ്രൂട്ട്സ്. Yeah, okay. First fruits means it's a cultivating language or a farmer's language which Jews could understand better because their profession was very much farming. And this was a custom in them that before the main harvest of their cultivation, their crops, they used to harvest the first fruits, which are ripen first, and also they were the best of their fruits. The first fruits means the first crop they used to harvest, also they were the best of their fruits. Whether it is fruits or grain, whatever it be. In the same way, these people were the first harvest for God from their society, their community, their generation. They were the best, and rather there was a first fruit harvest. That means there follows a general harvest of plentiness. In the same way, these people, limited in number or numbered in their, what do you say, multitude, there follows an innumerable harvest for God even during the tribulation. That is found, they are found there in chapter 7, verses from 9. Okay, now got it? Okay. Second meaning, രണ്ടാമതൊരർത്ഥമുണ്ട്. അതും യഹൂദ ഭാഷയിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആദ്യഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ എന്ന ഒരർത്ഥമുണ്ട്. ഫസ്റ്റ് ഫ്രൂട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടത്, ലിവ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടത്, അവരുടെ കൃഷിയും അവരുടെ മൃഗസമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് ആദ്യ ഫലം. മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ബോൺ, ആദ്യജാതൻ. നമുക്കറിയാം, മിസ്രയീമിൽ ദൈവം ആദ്യജാതന്മാരെ സംഗ്രഹിച്ചു. കാരണം God had stricken the firstborns in Egypt. What was the reason? The key reason for that, യഹൂദന്മാരുടെ, ഇസ്രായേൽ മക്കളുടെ മോചനത്തിനായി മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ ദൈവം സംഹരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണം എന്തായിരുന്നു? ജനസംഖ്യാ വർധനവ് അല്ല. The key reason why God killed the firstborns in Egypt for the deliverance or for the exodus or for the redemption of Israelites. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി ദൈവം മിസ്രയീമ്യരുടെ കടിഞ്ഞൂലുകളെ എന്തുകൊണ്ട് സംഗ്രഹിച്ചു? ഇസ്രായേലിയരുടെ കടിഞ്ഞൂലുകളെ പണ്ട് സംഹരിച്ചതിന് പകരമായിട്ട് അല്ല.
ഇസ്രായേൽ യഹോവയുടെ ആദ്യജാതൻ. വെരി ഗുഡ് സനിൽ ബ്രദർ. എക്സോഡസ് ചാപ്റ്റർ 4, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-23. എക്സോഡസ് 4:22 and 23. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയക്കുവാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും എന്ന് പറയുക. സ്തോത്രം. കണ്ടോ, മിസ്രൈമ്യ കടിഞ്ഞൂലുകളെ സംഹരിക്കുന്നതിനുള്ള തത്വമാണ് ഇവിടെ. The very underlying principle for the killing of the firstborns in Egypt, for the deliverance or the exodus of the people of Israel, is lying here in Exodus 4:22 and 23. ഇസ്രായേൽ ജനത്തിന്റെ വിമോചനത്തിനായി മിസ്രൈമ്യ കടിഞ്ഞൂലുകളെ സംഹരിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വം ഇവിടെയാണ്. ദൈവം പറയുന്നു ഫറവോനോട്, ഇസ്രായേൽ എന്റെ പുത്രൻ, വെറും പുത്രനല്ല, അവൻ എന്റെ ആദ്യജാതൻ. എന്റെ ആദ്യജാതനായ ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്നും നിങ്ങൾ വിമോചിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ ആദ്യജാതനായ ഇസ്രായേലിന്റെ വിമോചനത്തിനായി നിന്റെ ആദ്യജാതന്മാരെ ഞാൻ സംഹരിക്കും. ഇവിടെ ഇസ്രായേലിനെ വിളിക്കുന്ന പേരെന്താണ്? ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓർ ഫസ്റ്റ് ബോൺ. നോ, ആദ്യ ഫലമെന്നോ ആദ്യജാതനെന്നോ അവരെ വിളിക്കുന്നു. അതേ തുടർന്ന് ഇസ്രായേലിന്റെ പുറപ്പാടിൽ ഇങ്ങോട്ട് വരുമ്പോ ഇസ്രായേലിനോട് ദൈവം പറയുന്നു, നിന്റെ മനുഷ്യരുടെ ആയാലും മൃഗത്തിന്റെ ആയാലും കൃഷിയുടെ ആയാലും ആദ്യ ഫലമെല്ലാം എനിക്കുള്ളത്. Whether of human beings or animals or of farming, the first fruit, your first fruits belong to me. നിങ്ങളുടെ ആദ്യ ഫലമെല്ലാം എനിക്കുള്ളത്. ആദ്യജാതന്മാരെ എനിക്ക് തരണം. വീണ്ടും ഇങ്ങോട്ട് വരുമ്പം ഇസ്രായേൽ മുഴുവനും ദൈവത്തിന്റെ ആദ്യജാതന്മാരല്ലേ? അങ്ങനെ വരുമ്പോഴാണ് ഫൈനലി God elects Levites as the first fruit from among the Israelites on behalf of all the first fruits of men, human beings among them. അവരുടെ കൂട്ടത്തിലുള്ള സകല മനുഷ്യരുടെയും എല്ലാ കുടുംബങ്ങളുടെയും ആദ്യജാതന്മാർക്ക് പകരമായി ലേവ്യ ഗോത്രത്തെ മൊത്തം ദൈവം എന്ത് ചെയ്തു? ആദ്യജാതന്മാരായിട്ട് തെരഞ്ഞെടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാക്കി. അപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? 144,000 പേർ ആദ്യജാതന്മാരെന്ന് വിളിച്ചിരിക്കുന്നതിന്റെ രണ്ടർത്ഥങ്ങൾ. ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, രണ്ടാമത്തേതാണ് നോക്കുന്നത്. ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഓൾ ദ ഫാമിലീസ്, first fruit or the firstborn of everything has to be devoted, consecrated for God. ദൈവത്തിനായി ആദ്യ ഫലത്തെ മുഴുവനും വേർതിരിക്കണമായിരുന്നു. അങ്ങനെ ഈ 144,000 പേർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലം എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് എന്ത്? ഈ പഴയ നിയമ വ്യവസ്ഥ പ്രകാരം ഇവരെ എന്ത് ചെയ്തിരിക്കുക? ദൈവം ദൈവത്തിനായി മാത്രം വേർതിരിച്ച് നിർത്തി.
തങ്ങൾക്ക് വേണ്ടി പോലുമല്ലാതെ, തങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പോലുമല്ലാതെ ദൈവത്തിനായി മാത്രം അവരെ കോൺസീക്രേറ്റ് ചെയ്തു, അവരെ മാറ്റി നിർത്തി, അവരെ വിശുദ്ധീകരിച്ചു. ഇന്നലെയും നാം ആ പദം കണ്ടായിരുന്നു, ദൈവത്തിനായി വിശുദ്ധീകരിക്കുക എന്ന അർത്ഥം. അങ്ങനെ ഇവർ ആദ്യ ഫലമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിലെ ആദ്യജാതന്മാരെ ദൈവത്തിനായി വേർതിരിച്ച് നിർത്തുന്നത് പോലെ ഇവരെ ദൈവത്തിനായി മാറ്റി നിർത്തി എന്നർത്ഥം. So these are the two particular meanings of firstborns or first fruits. ഇവർ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യ ഫലം എന്നതിന്റെ ഈ രണ്ട് അർത്ഥമാണ് ഇവിടെ ഉള്ളത്. വ്യക്തമായോ? വ്യക്തമായി. ഓക്കെ, സ്തോത്രം. ഇത്രയും ഭാഗത്ത് നിന്നും മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് 7:9 തുടങ്ങിയ ഭാഗത്തേക്ക് മടങ്ങിപ്പോകാം. ഏഴാം അധ്യായത്തിന്റെ 9 മുതലുള്ള ഭാഗങ്ങളിലേക്ക് നാം പോകുന്നു. 9-ാം വാക്യം വായിച്ചാട്ടെ. After this I looked, and behold, a great multitude that no one could number, from every nation, from all tribes and peoples and languages, standing before the throne and before the Lamb, clothed in white robes, with palm branches in their hands. Praise God. ഇതിന്റെ ശേഷം എന്നുള്ളത് ഇസ്രായേലിയ ഗോത്രങ്ങളിൽ നിന്ന് 12,000 വീതം 144,000 പേരെ മുദ്രയിട്ടതിന് ശേഷം എന്നർത്ഥമാണ് അവിടെ. കാരണം ഒരേ സംഭവമാണ് പറഞ്ഞു വരുന്നത്, ഒരേ സംഭവം. അപ്പം 7-ാം അധ്യായം 1 തൊട്ട് 8 വരെ പറഞ്ഞിരിക്കുന്നതിന്റെ സീക്വൻസിൽ, അതിന്റെ തുടർച്ചയായിട്ടാണ് നാം 9-ാം വാക്യം കാണുന്നത്. 1 മുതൽ 8 വരെ ഇസ്രായേലിൽ നിന്നും ദൈവം മരിക്കാതെ, രക്തസാക്ഷികൾ ആവാതെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ രക്തസാക്ഷികളാകുന്ന ഒരു ജാതീയ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടു, സഭ ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ഭൂമിയിലില്ല. കാരണം ആവർത്തിക്കുന്നു, യഹൂദന്മാരെ വേറെയായും യഹൂദന്മാരല്ലാത്തവരെ ജാതികൾ എന്ന നിലയിൽ, വംശങ്ങൾ, ഭാഷകൾ എന്ന നിലയിൽ വേറെയായും അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സഭയിൽ ഈ ഒരു വേർതിരിവില്ല. യഹൂദനായാലും ജാതികളായാലും സ്ത്രീയായാലും ഷണ്ണനായാലും പുരുഷനായാലും പ്രായം കൂടിയവരായാലും പ്രായം കുറഞ്ഞവരായാലും ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. സഭ എന്ന ഒരൊറ്റ എൻറ്റിറ്റിയിലാണ്, സഭ എന്ന ഒരൊറ്റ സംഘമായിട്ടാണ്, സ്ഥാപനമായിട്ടാണ് കാണുന്നത്. സഭയിൽ ആ വ്യത്യാസങ്ങളില്ല. ദാസൻ എന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീ എന്നോ പുരുഷനെന്നോ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തുവിന്റെ ശരീരമെന്ന ഒരൊറ്റ സ്ഥാപനം, യേശുവിന്റെ കാന്ത എന്ന ഒറ്റ പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വേറെ വേറെയായി കാണുന്നത് കൊണ്ട് ഇത് സഭ ഭൂമിയിലുള്ള കാലം അല്ല എന്ന് വ്യക്തം. അത് പിന്നെ ഏത് കാലം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മഹാപീഡനകാലം, 70-ാം ആഴ്ചവട്ടം. കൂടുതൽ അതിന്റെ വിശദീകരണം ആവശ്യമില്ലല്ലോ. അങ്ങനെ
മഹാപീഡന കാലത്ത് അധികവും രക്തസാക്ഷികളായി കർത്താവിനായിട്ട് വേർതിരിയപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നാം 9 വാക്യം മുതൽ കാണുന്നത്. 9 വാക്യം മുതൽ കാണുന്നത്. ഓർക്കണേ ഒരു കാര്യവും കൂടെ, രക്തസാക്ഷിത്വം ദൈവരാജ്യ പ്രവേശനത്തിനുള്ള ഒരു യോഗ്യതയല്ല. നമ്മുടെ പണ്ട് നടന്ന ചോദ്യോത്തര വേളയിൽ ആരോ ഈ ചോദ്യം ചോദിച്ചിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. Christian martyrdom is not a criteria for entrance into God's kingdom. That means it's not necessary that every Christian martyr should enter into heaven. അത് നമുക്ക് വളരെ ദുഃഖവും കൂടെ ഉളവാക്കുന്ന ഒരു സത്യമാണ്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള നിബന്ധനയോ യോഗ്യതയോ അല്ല. ഇറ്റ്സ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ എൻറ്ററിങ് ഇൻ ഹെവൻ. അതായത് രക്തസാക്ഷിയായി ഒരാൾ മരിച്ചു, യേശുവിന്റെ നാമത്തിൽ ഒരാൾ മരിച്ചെന്ന് കരുതി അയാൾ സ്വർഗത്തിൽ പോകണമെന്നില്ല എന്നാ പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയും പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും പോലും യേശുവിന്റെ നാമം നിമിത്തം കൊല്ലപ്പെടാം. മനസ്സിലായോ? Even an unregenerated person who lives in sin, who drones in sin, can also be martyred in the name of Jesus. Many a times one's martyrdom may not be because of his willful loyalty and commitment to Christ. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന, മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത, പുതുജനനം പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും ഒരു പക്ഷേ രക്തസാക്ഷിയായേക്കാം. അവന്റെ രക്തസാക്ഷിത്വം അവന്റെ തെരഞ്ഞെടുപ്പ് മൂലവും ആകണമെന്നില്ല, സംഭവിച്ചു പോയതാകാം. ഓർക്കുക, അതുകൊണ്ട് ഒരാൾ രക്തസാക്ഷി ആയി യേശുവിന്റെ നാമത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു എന്ന് കരുതി അയാളെ സ്വർഗത്തിൽ കാണാം എന്ന ഉറപ്പൊന്നുമില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് അടിസ്ഥാനം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയും പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുകയും വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ്. ദൈവരാജ്യ പ്രവേശനത്തിന് വേറെ ഒരു ക്രൈറ്റീരിയ, വേറെ ഒരു രീതി ഇല്ലേ ഇല്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ കാണപ്പെടുന്നവർ വെറുതെ കൊല്ലപ്പെട്ടവരല്ല. കൊല്ലപ്പെട്ട വേറെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഈ കൂട്ടത്തിൽ പെടാതെ, ഈ ഗണത്തിൽ പെടാതെയുള്ള വലിയൊരു സമൂഹവും എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത്, മഹാപീഡനകാലത്ത് മരണം സഹിക്കും, മരണം വരിക്കും. അവരൊന്നും പക്ഷെ ഈ കൂട്ടത്തിലില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ഈ കൂട്ടർ, ഇവിടെ എടുത്തു പറയുന്ന രക്തസാക്ഷികൾ ആരാണ്? ബോധപൂർവം ദൈവത്തിനായി തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ്. മനഃപൂർവം പാപങ്ങളെ വിട്ടുതിരിഞ്ഞവരാണ്. സ്വമനസ, ജീവനേക്കാൾ അധികം, സ്വജീവനേക്കാൾ അധികം
ദൈവത്തിനായി ജീവിക്കുന്നത് ഉത്തമമെന്ന് തെരഞ്ഞെടുത്തവരാണ്. സ്വന്തം രക്തം കൊണ്ട് അവരുടെ ആ തീരുമാനത്തിന് മുദ്ര വെച്ചവരാണിവർ. അങ്ങനെയുള്ള രക്തസാക്ഷികൾക്ക് തീർച്ചയായും കർത്തൃരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്, അവർക്ക് പ്രതിഫലവുമുണ്ട്. ആവർത്തിക്കണ്ടല്ലോ. സ്തോത്രം. അതല്ലാതെ യേശുവിന്റെ നാമനിമിത്തം മരിച്ചു എന്ന് വിചാരിച്ച് അവർ വിശുദ്ധരാകണമെന്നില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നില്ല. ഇവിടെ നാം സഭയുടെ അംഗങ്ങളായിരുന്നില്ല, അഥവാ ആ സമയത്ത് അവർ രക്ഷിക്കപ്പെട്ടില്ല. അന്നേരം അത് കഴിഞ്ഞ് കിട്ടുന്ന ചാൻസാ. അതെ, സഭ പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് അവര് സഭയുടെ അംഗങ്ങളാകാൻ പറ്റത്തില്ല. സഭയുടെ കാലത്ത് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് സഭയിലേക്കുള്ള പ്രവേശനം അവർക്കില്ല. ഇനി സഭയുടെ അംഗങ്ങൾ, നമ്മൾ ഈ പറയുന്ന സഭാ സംഘടനകളുടെ അംഗങ്ങളായിരുന്നിരിക്കാം, പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ചവരല്ല. യേശുവിൽ വിശ്വസിച്ചെന്ന് കരുതിയോ സ്നാനപ്പെട്ടെന്ന് കരുതിയോ ഒന്നും സ്വർഗത്തിൽ ആരും പോകില്ല. അതിനോടൊപ്പം വിശുദ്ധ ജീവിതവും കൂടിയേ തീരൂ. നമ്മൾ ഗിരിപ്രഭാഷണം പഠിച്ചിരുന്നു. സ്വർഗരാജ്യ പൗരന്മാരുടെ സ്വഭാവ വിശേഷതകളാണത്. അതാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നതിന്റെ അർത്ഥം. യോഹന്നാന്റെ അടുക്കൽ മാനസാന്തര സ്നാനമേൽക്കാൻ വന്നവരോടാ യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ സ്നാനപ്പെടാൻ വന്നതുകൊണ്ടും സ്നാനപ്പെട്ടു പോയിട്ട് കാര്യമൊന്നുമില്ല, പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴമാണ് അതിന്റെ പ്രസ്താവന. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശുക്രിസ്തു എന്ന വേരിനോട് നിങ്ങൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ വേരിന്റെ ഗുണവും ഫലവും നിങ്ങൾ കായ്ക്കണം. സ്നാപകൻ പറഞ്ഞത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. പൗലോസ് റോമർ 11 പറയുന്നത്, യേശുക്രിസ്തു എന്ന വേരിനോട് നിങ്ങൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ വേരിന്റെ ഗുണമേന്മയ്ക്കനുസരിച്ച ഫലം നിങ്ങൾ കായ്ക്കണം. അതിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ല എങ്കിൽ, നേരത്തെ നിന്നിരുന്ന കാട്ടൊലിവിന്റെ ഫലമാണ് ഇപ്പോഴും കായ്ക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ വേരുമായിട്ട് ബന്ധമില്ല. വേര് ക്രിസ്തുവാണ്. യഹൂദന്മാർ എന്ന ബ്രാഞ്ചസിനെ, ഇസ്രായേൽ എന്ന കൊമ്പുകളെ നേരത്തെ ഒടിച്ചു കളഞ്ഞതുപോലെ നിങ്ങളെയും ഒടിച്ചു കളയും. ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഉണങ്ങിപ്പോവും. ഉണങ്ങിയ കൊമ്പിനെ തീയിലിട്ട് ചുട്ടുകളകയല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ 144,000 പുറത്തുള്ള അസംഖ്യം രക്തസാക്ഷികളുടെ ഗണം, ഏതാനും ചിലർ രക്തസാക്ഷികളല്ലാത്തവരും ഈ കൂട്ടത്തിലുണ്ടാവും. സ്വാഭാവിക മരണം വരിച്ചവരും ചിലർ, വളരെ ചുരുക്കം പേര് കാണും. അതുകൊണ്ട് രണ്ടു കൂട്ടരെയും കൂടെ ചേർത്ത് മഹാപീഡനകാല വിശുദ്ധന്മാരെന്ന് നമുക്ക് വിളിക്കാം. ഈ മഹാപീഡനകാല വിശുദ്ധന്മാരിൽ പലരും ഇന്നത്തെ സഭയുടെ അംഗങ്ങളും ആയിരുന്നിരിക്കാം. പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്തവരും ഒട്ടിച്ചു ചേർക്കപ്പെട്ട വേരായ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ക്രിസ്തുവിൻ്റേതുപോലെയുള്ള ഫലം കായ്ക്കാതിരുന്നവരും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാതിരുന്നവരും ആയിരിക്കണം അവർ.
എല്ലാവരുമില്ല, കുറെ പേർ. തള്ളപ്പെടുന്നവരിലും എല്ലാവരും ഈ ഗുണത്തിൽ പെടണമെന്നില്ല. സഭയുടെ കൂടെ എടുക്കപ്പെടാതെ സഭയുടെ ഭാഗമായിരുന്നിട്ട് പ്രാദേശിക ലോക്കൽ ഭൂമിയിലെ സംഘടനാ സഭകളുടെ ഭാഗമായിരുന്നിട്ട് തള്ളപ്പെടുന്നവരും എല്ലാവരും പിന്നീട് കർത്താവിനായി സമർപ്പിക്കപ്പെടണമെന്നില്ല. അതിൽ ഒരു വിഭാഗം തീർച്ചയായും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഇതിനോട് ചേർത്ത് മറ്റെന്തെങ്കിലും? സ്തോത്രം. ഫസ്റ്റ് Yeah. ഈ ഡാൻ ട്രൈബ് അതിനകത്ത് ഇല്ലല്ലോ. അതിനെ ആ ഭാഗമെല്ലാം നമ്മള് നേരത്തെ ഞാൻ കേട്ടില്ല. സോറി, ഞാൻ Yeah. കേട്ടോളാം. പക്ഷേ കുഴപ്പമില്ല. 12 ഗോത്രങ്ങളാണ് ഇസ്രായേലിൽ എണ്ണപ്പെടുന്നത്. ഇവിടെ ദാൻ ഗോത്രം എണ്ണപ്പെടാതിരിക്കുന്നു. ആ സുവിശേഷകന്മാരുടെ ഗണത്തിൽ അവരില്ല. അതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. എന്നാൽ അവർ സഹസ്രാബ്ദത്തിൽ കർത്താവിനോട് കൂടെ ഉണ്ട് എന്നുള്ളത് യെഹെസ്കേലിൽ നാം വായിക്കുന്നുണ്ട്. മറ്റു പലയിടങ്ങളിലും 12 ഗോത്രങ്ങൾ എണ്ണപ്പെട്ടപ്പോൾ ലേവ്യ ഗോത്രം എണ്ണപ്പെട്ടിരുന്നില്ല. കാരണം അവരെ സാധാരണ ഗോത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഗോത്രമായി കണ്ടിരുന്നത് കൊണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേക ദൗത്യത്തിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തി. എന്നാൽ ദാനെ വിട്ടുകളഞ്ഞു. ഉൽപ്പത്തി 49 അധ്യായത്തിൽ യാക്കോബ് മക്കളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുമ്പോൾ ദാനെക്കുറിച്ച് സർപ്പമെന്നും അണലിയെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൽ വിഗ്രഹാരാധന തുടങ്ങിവെച്ച ഗോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും ദാൻ ഗോത്രക്കാരാണ്. അതൊക്കെ ഒരു പക്ഷേ ദാൻ ഗോത്രം തള്ളപ്പെടുന്നതിന് കാരണമായിരുന്നിരിക്കാം. കൂടാതെ ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെയോ എതിർ ക്രിസ്തുവിനെ പിന്താങ്ങുന്ന ഗോത്രവും കൂടെ ആയിരിക്കാം ഇക്കൂട്ടർ തുടക്കത്തിൽ. അതിന്റെ അർത്ഥം അവരെ നിത്യതയിലേക്ക് തള്ളിക്കളയുമെന്നല്ല. അതുകൊണ്ടാണ് പിൽക്കാലത്ത് സഹസ്രാബ്ദകാലത്ത് നാം അവരെ കാണുന്നത്. കൂടുതൽ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സുകളിലുണ്ട്. അത് കേൾക്കുമ്പോൾ കുറെ കൂടെ അത് വ്യക്തമായിക്കൊള്ളും. അടിസ്ഥാനപരമായി ഇതാണ് അതിന് കാരണം. 24th July. ഓക്കെ 24th ജൂലൈയിലെ ക്ലാസ്സിനാണ്. താങ്ക് യു ആനി സിസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ഇറ്റ്സ് ഓക്കെ സർ. സ്തോത്രം. നമ്മുടെ അനിത കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. സ്തോത്രം. ശരി, നമ്മൾ ഇന്നലെയും വായിച്ച കഴിഞ്ഞ ദിവസവും പറഞ്ഞ മത്തായി 24-ന്റെ 14-ാമത്തെ വാക്യം ഈ മഹാപീഡന കാലത്ത് നിറവേറുന്നതായി നമുക്ക് വെളിപ്പാട് 7-ന്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. നാം അവിടെ വായിക്കുന്നത് രാജ്യത്തിന്റെ എടുത്തെങ്കിൽ വായിച്ചോളൂ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. സ്തോത്രം. ഭൂലോകത്തിലൊക്കെയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. നാം 7-ാം അധ്യായം വെളിപ്പാട് 7-ന്റെ 1 തൊട്ട് വിശേഷിച്ച് 4 തൊട്ട് 8 വരെ കണ്ടു. 144,000 പേരുടെ മുദ്രീകരണം. അവരുടെ പ്രധാന ദൗത്യം
രാജ്യത്തിന്റെ ഈ സുവിശേഷ പ്രഘോഷണം ആകാം. അതുകൂടാതെ 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 14-ന്റെ 6 കൂടെ ഒന്ന് വായിച്ചോളൂ. വെളിപ്പാട് 14-ന്റെ 6. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതികളും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. കണ്ടോ, 2 രീതികളിൽ അന്ന് ജീവിച്ചിരിക്കുന്ന സകലരോടും സുവിശേഷം അറിയിക്കുന്നു. ഈ 144,000 പേരും അതിൽ പങ്കാളികളാണ്. ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ദൂതനെയും ദൈവം അതിനു വേണ്ടി നിയമിക്കുന്നു. ഈ 144,000 പേർക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലകൾ അന്നും ഉണ്ടാകാം. എങ്കിൽ അവിടെയും കൂടെ ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഭാഷയിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുവാൻ അവസരമുണ്ട്. ദൂതനിലൂടെ അത് ചെയ്യുന്നു. അങ്ങനെ ലോകത്തുള്ള സകല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമൊക്കെയായി ഒരു വലിയ കൂട്ടം, എണ്ണാൻ കഴിയാത്തതുപോലെ ദൈവത്തിനായി വേർതിരിക്കപ്പെടും. അന്ന് അറിയിക്കുന്ന സുവിശേഷം യേശുക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ദൈവകൃപയുടെ സുവിശേഷമല്ലത്. ദൈവപുത്രൻ യേശുക്രിസ്തു ലോക ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. നമുക്കറിയാമല്ലോ, ഓരോ ഭരണാധികാരികളും നന്നായി ഭരിക്കാത്ത സമയത്ത് ആ ഭരണകൂടമൊന്ന് മാറുവാൻ ജനത എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്ന്. അതുപോലെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ വീർപ്പുമുട്ടി അവന്റെ ആളുകൾ പോലും വീർപ്പുമുട്ടിക്കഴിയുന്ന കാലമായിരിക്കും അത്. അത്രയ്ക്കും പീഡനങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ എല്ലായിടത്തും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കും. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല? ഓപ്ഷൻ. ഇവനെ മാറ്റാനും ഇവനേക്കാൾ നല്ലതായിട്ട് അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും കഴിയുന്ന വേറെ ഒരു സാധ്യത അവരുടെ മുമ്പിലില്ല. അപ്പോഴാണ് ഈ സുവിശേഷത്തിൽ പറയുന്നത്, ഇല്ല, there is a better option. സ്തോത്രം. മറ്റൊരു സാധ്യതയുണ്ട്. മാനുഷിക ഭരണകൂടങ്ങളെ മാറ്റി, ഒരു മനുഷ്യനും ഇതിന് യോഗ്യനായിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കുവാൻ മനുഷ്യകുലത്തിൽപ്പെട്ട ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഇതാ ഒരു സാധ്യത. ദൈവം തന്നെ ഭരണം ഏറ്റെടുക്കുന്നു. അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതാണ് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. ലോകാവസാനത്തിനും നിന്റെ വരവിനും എന്താണ് ലക്ഷണം? ഈ കാലത്താണോ യഹൂദന്മാർക്ക്, ഇസ്രായേലിന് നീ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? മശിഹായെ കുറിച്ചുള്ള യഹൂദന്മാരുടെ ധാരണ അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നാണ്. ഇപ്പോഴും അവരങ്ങനെ തന്നെയാ കാത്തിരിക്കുന്നത്. മശിഹ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ രാജാവ്.
അതുകൊണ്ടായിരുന്നു റോമ ഭരണാധിപനായ, പ്രിക്യുറേറ്ററായ, ഗവർണറായ പീലാത്തോസും യേശുവിനോട് ചോദിച്ചത്, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശുവിന്റെ മേൽ കുറ്റസംഗതിയും എഴുതി വെച്ചതാ. കൈസർ സാമ്രാജ്യം ഭരിക്കുമ്പോൾ കൈസർ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരിക്കുമ്പോൾ ദാ റോമക്കാർക്ക് കീഴിൽ കഴിയുന്ന യഹൂദന്മാർക്ക് ഒരു പ്രത്യേക രാജാവെന്ന്. അത് റോമൻ ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യമാണ്, രാജ്യദ്രോഹ കുറ്റമാണ്. അപ്പൊ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന കുറ്റപത്രം പീലാത്തോസ് എഴുതി വെപ്പിച്ചത് ഇതുകൊണ്ടാണ്. റോമൻ ഭരണത്തോട് വിഘടിച്ച യഹൂദന്മാരെ റോമ ഭരണത്തിന്റെ കീഴിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ ശ്രമിച്ചയാൾ എന്ന നിലയിലാണ്. പക്ഷെ യഹൂദന്മാരോട്ട് അംഗീകരിച്ചതുമില്ല യേശു യഹൂദന്മാരുടെ രാജാവാണെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ അവരെല്ലാവരും ആരുടെ കൂടെ നിന്നേനെ? യേശുവിന്റെ കൂടെ. പക്ഷേ ഇത് രണ്ടും ഉണ്ടായില്ല. അതുകൊണ്ടാണ് പലയാവർത്തി യേശുവിനോട് അവർ ചോദിച്ചത്, നീ പറ, നീ ക്രിസ്തു ആണോ? സ്നാപകൻ പോലും ചോദിപ്പിച്ചത് അതുകൊണ്ടാണ്. യേശു ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ ചില യഹൂദന്മാർ അവനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചതും യേശു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതും അതുകൊണ്ടാണ്. യഹൂദന്റെ ചിന്ത, യഹൂദൻ കാത്തിരിക്കുന്നത് രാജാവായി വരുന്ന ഒരു അക്ഷരീക മശിഹയെയാണ്. ഈ സമയത്ത് അവരോടെല്ലാവരോടും, യഹൂദന്മാരോടും അല്ലാത്തവരോടും സുവിശേഷം അറിയിച്ച് വിളിച്ചറിയിക്കുന്നത് ഇതാണ്: മനുഷ്യന്റെ സകല ഭരണകൂടങ്ങളും അസ്തമിക്കാൻ പോകുന്നു, ദൈവ ഭരണം സ്ഥാപിതമാകാൻ പോകുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഭരണം ഒരു മനുഷ്യനും തരാൻ കഴിയില്ല, ദൈവത്തിനെ തരാൻ കഴിയൂ. അതുകൊണ്ട് ദൈവം തൻ്റെ മശിഹായിലൂടെ ആ ഭരണം തുടങ്ങാൻ പോകുന്നു. നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെട്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെട്ടു വാ. ഒരു എണ്ണമറ്റ സമൂഹം അത് വിശ്വസിക്കും. അവർക്ക് പക്ഷേ ആ വിശ്വാസം അവരുടെ ജീവൻ കൊണ്ട്, സ്തോത്രം, താങ്ക് യു, അവരുടെ ജീവൻ കൊണ്ട് മുദ്രയിട്ട് കാണിക്കേണ്ടി വരും. അതിനവർ തയ്യാറാകും. അവരാണ് ഈ കൂട്ടർ. അതിനകത്ത് എല്ലാ ജാതികളും വംശക്കാരും ഭാഷക്കാരും ഗോത്രക്കാരും എല്ലാം ഉണ്ട്. ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടോ അവരെല്ലാവരും അതിൽ കാണും. എത്ര എന്ന് പറഞ്ഞാൽ എത്ര വിഭാഗങ്ങൾ, പീപ്പിൾ ഗ്രൂപ്പ്സ്, എല്ലാ പീപ്പിൾ ഗ്രൂപ്പ്സും എല്ലാ എത്നിക് ഗ്രൂപ്പ്സും അതിനകത്തിൽ കാണും. സ്തോത്രം. അതേറെ സന്തോഷകരമാണ്. സ്തോത്രം. ഏറെ സന്തോഷകരമാണ്. അവരെവിടെ നിൽക്കുന്നതായിട്ടാ കാണുന്നത്? സ്തോത്രം. Standing before the throne and the Lamb. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുൻപിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് ഭൂമിയിലെ ആയുസ് കുറെ നഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ. പക്ഷേ അവർ ദൈവസിംഹാസനത്തിങ്കിലേക്കാണ് എടുക്കപ്പെടുന്നത്. സ്തോത്രം, സ്തോത്രം. C.S. സ്പർജന്റെ വാക്കുകൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. This is a peculiar subject of their joy. ഇത്
ഈ വിഭാഗക്കാരുടെ പ്രത്യേക സന്തോഷത്തിന്റെ വിഷയമാണ്. That God has a throne. ദൈവത്തിനൊരു സിംഹാസനമുണ്ട്. That he sits upon it. ദൈവം ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. And that he ruleth over all things. ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആ ദൈവം സകലത്തെയും ഭരിക്കുന്നു. And all things do his bidding. അവന്റെ കൽപ്പനകളെ, ഇഷ്ടത്തെ സകല സൃഷ്ടികളും നിവർത്തിക്കുന്നു. The central thought of heaven then is the divine sovereignty. സ്വർഗത്തിലും ഉള്ള ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരമാണ്. സിംഹാസനസ്ഥനായ ദൈവം, ദൈവത്തിന്റെ സിംഹാസനം, അതിന്റെ അർത്ഥം ദൈവം പരമാധികാരിയായി ഭരിക്കുന്നു. ദൈവം ഇപ്പോഴും വാഴുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. സ്തോത്രം. അവൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ ചെന്ന് നിൽക്കുന്നത് ആ ദൈവസിംഹാസനത്തിന്റെ മുൻപില്ല. സ്തോത്രം. ഏറെ സന്തോഷകരമാണ്. അപ്പോൾ അവർക്ക് ഭൂമിയിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങളും ആയുസ്സിന്റെ ദൈർഘ്യവും നിരാശ നൽകുമോ? ഇല്ല. ഇവിടുത്തേത് അവർക്ക് നഷ്ടപ്പെട്ടെങ്കിലും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് അവർക്ക് നേടാൻ കഴിയുന്നത്. സ്തോത്രം. അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്രയധികം. ആകയാൽ കർത്താവിന്റെ നാമനിമിത്തം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ അവസരങ്ങൾ ഉണ്ടെങ്കിൽ ആ അവസരത്തെ നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം. കർത്താവിന്റെ നാമനിമിത്തം നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് എന്തെങ്കിലും കഴിയുന്നെങ്കിൽ നാം അത് നിത്യമായി നേടും. അത് നമുക്ക് നിത്യതയിൽ നിക്ഷേപങ്ങൾ ആയിരിക്കും. അത് നമുക്ക് സമ്പത്തായി, സ്വത്തായിട്ട് തീരും. സ്തോത്രം. അതെ, സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളത് പോലെ സുവിശേഷം അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്നവയാണ് നാം നമുക്കായി നേടുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആ വലിയ സമർപ്പണത്തോടെ നമുക്കും ജീവൻ ഉൾപ്പെടെ എന്തൊക്കെ കർത്താവിനായി കൊടുക്കാൻ പറ്റുമോ അതൊന്നും നമ്മൾ വിത്ത്ഹോൾഡ് ചെയ്യാതെ, ഒന്നും പിടിച്ചു വയ്ക്കാതെ വിട്ടുകൊടുത്ത് നിത്യതയിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാൻ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, നമ്മെ സമർപ്പിക്കാം. യേശു രാജ്യഭാരമേൽക്കുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. ദൈവരാജ്യം അടുത്തിരിക്കുന്നു. നാമും കർത്താവിനോട് കൂടെ വാഴേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.